തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ വീട്ടുകാരെ മയക്കിക്കടത്തി മോഷണം. വീട്ടുജോലിക്ക് നിന്നിരുന്ന നേപ്പാളി യുവതിയുടെ നേതൃത്വത്തിലാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയെ മോഷണത്തിൽ സഹായിച്ചെന്ന് കരുതുന്ന 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിടിയിലായവരിൽ നിന്ന് സ്വർണവും പണവും കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം നടത്തിയത്. വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപമുള്ള ലൈംവില്ല എന്ന വീട്ടിലായിരുന്നു മോഷണം. ശ്രീദേവി, മകന്റെ ഭാര്യ ദീപ, ഹോം നഴ്സ് ദീപ എന്നിവരും വീട്ടുജോലിക്കാരിയായ നേപ്പാളി സ്വദേശിനിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്നും രാത്രി 9-ന് വീട്ടിലേക്ക് വിളിക്കുന്ന ശ്രീദേവിയുടെ മകൻ പതുപോലെ വിളിച്ചപ്പോൾ ആരെയും ഫോണിൽ കിട്ടിയില്ല. നിരന്തരം ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് അയൽവാസിയായ ബന്ധുവിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. ബന്ധുവായ യുവാവ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണവിവരം പുറത്തായത്. അമ്മയെയും മരുമകളെയും ഹോം നഴ്സിനെയും ബോധരഹിതരായാണ് കണ്ടത്. CCTV ചെക്ക് ചെയ്തപ്പം 4 പേരുണ്ടെന്ന് അറിഞ്ഞ് അവർ. പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണുമുണ്ട്. അവർ നേപ്പാളുകാരാണ്. അപ്പോൾ ആ പെണ്ണാണ് അവർക്ക് ഇത് കൊടുത്തതെന്നാണ് അറിഞ്ഞത്. ആഹാരത്തിൽ അവരിവിടെ ജോലിക്കായിട്ട് വന്നതാണ്. അപ്പോൾ ആ പെണ്ണെ സഹായിക്കാനാണ് ബാക്കി 4 പേര് വന്നത്. ഇന്നലെ രാവിലെ തൊട്ടേ ഈ പ്രദേശത്ത് തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പം രാവിലെ തൊട്ട് അവരുണ്ട് അവിടെ മൊത്തം. അമ്മയെയും മരുമകളെയും ഹോം നഴ്സിനെയും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് മയക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. 15 ദിവസം മുമ്പ് വീട്ടുജോലിക്കെത്തിയ നേപ്പാളി യുവതിയാണ് മയക്കുമരുന്ന് കലർത്തി മോഷണത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് സംശയിക്കുന്നത്. യുവതി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറകൾ പതിഞ്ഞു. യുവതിക്കൊപ്പം മോഷണ സംഘത്തിൽ 4 പേർ കൂടിയുണ്ടെന്ന് സമീപത്തെ ക്യാമറകളിൽ നിന്ന് വ്യക്തമായി. ഇവർ രാവിലെ മുതൽ പ്രദേശത്ത് കറങ്ങി നടന്നതായും തെളിവ് ലഭിച്ചു. ഇതിൽ 2 പേരെ നാട്ടുകാർ രാത്രി തന്നെ പിടികൂടി. ഒരാളെ മതിൽ കമ്പിയിൽ കാൽകൂടി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. പിടിയിലായ ഒരാളുടെ ബാഗിൽ നിന്ന് സ്വർണവും പണവും പിടിച്ചെടുത്തു. എത്രത്തോളം സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പരിശോധിച്ചു വരികയാണ്. ദീപയുടെ മുറി കുത്തി തുറന്ന നിലയിലാണ്. മയങ്ങി വീണ അമ്മയും മരുമകളും ഹോം നഴ്സും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അയിരൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.